ഡോക്ടർ ജിൻഡോ, ഇതിപ്പോൾ വലിയ ഒരു സങ്കീർണമായ അവസ്ഥയിലേക്ക് ഈ സമരം കടക്കുകയാണ്. മുടി മുറിച്ചുള്ള പ്രതിഷേധം എന്നത് നിസ്സാരമായ ഒരു പ്രതിഷേധമല്ല. ഇത് സർക്കാരിനെ കണ്ണു തുറപ്പിക്കാൻ പോകുന്ന ഒരു പ്രതിഷേധമായി പരുവപ്പെട്ടിട്ടുണ്ട് എന്ന് താങ്കൾ വിലയിരുത്തുന്നുണ്ടോ? രണ്ടാമത്തെ കാര്യം, സംസ്ഥാന സർക്കാർ ഈ കാര്യത്തിൽ പറഞ്ഞത്, പ്രത്യേകിച്ച് CPM സംസ്ഥാന സെക്രട്ടറി കഴിഞ്ഞ ദിവസം പറഞ്ഞത്, സമരം ചെയ്യാനുള്ള അവകാശം ജനാധിപത്യപരമാണ്, അത് എല്ലാവർക്കും ഉണ്ട്, അതുകൊണ്ട് ആശമാരുടെ സമരത്തെ ഞങ്ങൾ തള്ളിപ്പറയുന്നില്ല. പക്ഷേ കേന്ദ്ര സർക്കാർ ഇടപെട്ട് ആനുകൂല്യങ്ങൾ നൽകിയാൽ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക പരാധീനതകൾ പരിഗണിക്കാതെ തന്നെ ആശാപ്രവർത്തകർക്ക് നല്ല വരുമാനം കിട്ടണം, അതാണ് CPM ആഗ്രഹമെന്നാണ്. സംസ്ഥാന സർക്കാരിന് ആശമാരുടെ സമരം ഒത്തുതീർപ്പാക്കാൻ ആത്മാർത്ഥതയില്ല എന്ന് കോൺഗ്രസ് ആരോപിക്കുന്നത് എന്തുകൊണ്ടാണ്? ഗോപി, ഇതില് ഈ ആശാവർക്കർമാരുടെ സമരത്തെ സംസ്ഥാന സർക്കാരും സർക്കാരിനെ പിന്തുണയ്ക്കുന്ന പാർട്ടിയും തള്ളിപ്പറയുന്നില്ല എന്ന് ഈ 50 ദിവസത്തെ അവരുടെ നേതാക്കന്മാരുടെ പ്രസ്താവനയും മന്ത്രിയുടെ അടക്കമുള്ള നിലപാടുകളിലൂടെയും നമുക്ക് വ്യക്തമാണ്. അതിനേക്കാൾ മുമ്പ് ഈ പാവപ്പെട്ട സ്ത്രീകൾ, അമ്മമാർ, നമ്മൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട നമ്മുടെ സഹോദരിമാർ, അവരായിരുന്നു ഒരു കാലത്ത് കേരളത്തിലെ ആരോഗ്യരംഗത്തിന്റെ ബ്രിഗേഡ് എന്ന് പറഞ്ഞ് കോവിഡ് പ്രോട്ടോകോൾ പാലനവും അതുപോലെ നിപ നിർദ്ധാരണവും ഒക്കെ നടത്തിക്കൊണ്ടിരുന്നത് അല്ലേ? അവരായിരുന്നു പോരാളികൾ, ആരോഗ്യവകുപ്പിന്റെ പോരാളികൾ. ഇന്നിപ്പോ അവര് ആവശ്യമില്ലാത്ത ആളുകളാണ്, മോശക്കാരാണ്. അവരാണ് 50 ദിവസത്തെ സമരം എത്തുമ്പോൾ മുടി മുറിക്കുന്നത്. നിങ്ങൾ ഈ സമരത്തെ ഒന്ന് നോക്കിയേ. കോൺഗ്രസ് ഉൾപ്പെടെ CPM ഉൾപ്പെടെ മറ്റേത് രാഷ്ട്രീയ പാർട്ടികൾ കേരളത്തിൽ സമരം ചെയ്താലും, ഇത്രയധികം സമരം ചെയ്താൽ, ഇത്ര അധികം ദിവസത്തെ സമരം ചെയ്താൽ എന്തൊക്കെ നടക്കുമായിരുന്നു? ഈ പാവപ്പെട്ട ആശാവർക്കർമാർ ഒരു വഴി തടഞ്ഞിട്ടില്ല, അവർ ഏതെങ്കിലും സർക്കാർ വണ്ടി അടിച്ചു പൊളിച്ചിട്ടില്ല, മന്ത്രിമാരെ തടഞ്ഞിട്ടില്ല, ആക്ഷേപം ഉന്നയിച്ചിട്ടില്ല, അവരുടെ കയ്യിൽ കൊടിയില്ല, അവർ അടിയുണ്ടാക്കിയില്ല. എന്നിട്ടും അവരുടെ സമരത്തിന് എന്തുകൊണ്ട് ഇത്ര ആർജവമെന്നറിയോ? ആ പാവപ്പെട്ട മനുഷ്യർ, അവരുടെ ആ സമരത്തിന്റെ ആവശ്യം തികച്ചും ന്യായമാണ്. അവരിപ്പോ എനിക്ക് മുമ്പേ സംസാരിച്ച അമ്മ പത്മജം, അവര് നയനാറിനെ കുറിച്ചിട്ട് പുകഴ്ത്തി പറയുന്നു. അവര് ഓർമ്മ വെച്ച പാർട്ടിക്ക് വോട്ട് ചെയ്ത് ശീലിച്ച കാലം മുതൽ CPM മാത്രം വോട്ട് ചെയ്ത ഒരാളാണെന്ന്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും ആശാവർക്കർ എന്നുള്ള ജോലിയിൽ നിൽക്കുമ്പോൾ പോലും ആ സ്ഥാനം ഉപയോഗിച്ചുകൊണ്ട് അവിടെ വന്നിട്ടുള്ള ആളുകളെ CPM വോട്ട് ചെയ്യാൻ പ്രേരിപ്പിച്ച ഒരാളാണ്. ഇന്ന് അതേ പിണറായി വിജയൻ, CPM നേതാവായിട്ടുള്ള പിണറായി വിജയൻ, കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന സെക്രട്ടേറിയറ്റിന് പുറത്ത് സ്വന്തം മുടി മുറിച്ച് കളഞ്ഞ് സമരം ചെയ്യേണ്ട ഗതികേടിലെത്തിയിരിക്കുന്നത്. ഇവിടെ CPM ഇതിന് മറുപടി പറയണം. സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയേക്കാൾ ഈ CPM എന്ന് പറഞ്ഞ പാർട്ടി മറുപടി പറയണം. കാരണം എന്താ? സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടി എന്ന് പറയുമ്പോൾ അത് ഭരണകൂടം മോദിയുടെ ആണെന്നൊക്കെ ഇവർക്ക് പറയാം. പക്ഷെ CPM എന്ന് പറഞ്ഞ പാർട്ടിയുടെ കൊടി കാണിച്ചല്ലേ ഈ വോട്ടൊക്കെ വാങ്ങിയത്? ഈ പത്മജത്തെ പോലുള്ള ആളുകൾ, ആശാവർക്കർമാർ, ഇവർ പറയുന്നത് വിശ്വസിച്ചല്ലേ? ഈ പാർട്ടിയുടെ കൊടി കണ്ടിട്ടല്ലേ? കൊടിയുടെ നിറം കണ്ടിട്ടല്ലേ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ പോയി വെയിൽ കൊണ്ടിരുന്ന് ആ പ്രസംഗം മുഴുവൻ കേട്ടിട്ടുള്ളത്? നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇന്ന് ഒരു മുടി മുറിച്ചപ്പോ വിദ്യാഭ്യാസ മന്ത്രി എന്താ പറഞ്ഞേ? ആ മുടി കേന്ദ്രത്തിന് കയറ്റി അയക്കണമെന്ന്. അതിലും വലിയൊരു ആക്ഷേപമുണ്ടോ? ഇതുപോലെയുള്ള മുടിയന്മാരായിട്ടുള്ള മന്ത്രിമാരാണ് ഈ കേരളം ഇതുപോലെ മുടിച്ച് തേച്ച് കഴുകിയത്. എന്നിട്ട് അവർ പറയും ആശാവർക്കർമാരെ മുടി കേന്ദ്രത്തിന് കയറ്റി അയക്കണമെന്ന്. ഇപ്പൊ സംസ്ഥാന സർക്കാർ അങ്ങനെയായിരിക്കും വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആശാവർക്കർമാർ അതിനൊരു മറുപടി കൊടുത്ത് നമ്മൾ കേട്ടില്ലേ? 60% മുടി ഇവിടെയും 40% മുടി അവിടേക്കും അയക്കാന്ന്. എന്തൊക്കെ മ്ലേച്ഛമായിട്ടുള്ള ആരോപണങ്ങൾ അവർക്കെതിരെ ഉന്നയിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ഗോപി തന്നെ ചോദിച്ചു, സമരത്തെ സംസ്ഥാന സർക്കാർ നേരാമണ്ണം കേട്ടിട്ടുണ്ടെന്നാണ് അവർ അവകാശപ്പെടുന്നതെന്ന്. നേരാമണ്ണം കേട്ടതിന്റെ ഭാഗമായിട്ടാണോ ഈ സാംക്രമിക രോഗ കീടം എന്ന സമരത്തിന്റെ നേതാവിനെ വിളിക്കുന്നത്? അല്ലെങ്കിൽ സുരേഷ് ഗോപി വന്നപ്പോൾ നിങ്ങൾക്ക് ഉമ്മ കിട്ടിയോ എന്ന് ചോദിച്ച് ആക്ഷേപിക്കുന്ന CIT നേതാവിന്റെ പ്രസംഗം നമ്മൾ കണ്ടില്ലേ? കുറ്റിച്ചൂലുകളാണ്, അതുപോലെ ഈർക്കൽ സംഘടനയാണെന്ന് പറയുന്നു. ചായ കുടിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ആളുകളാണ് ഈ ആശാവർക്കർമാർ എന്ന് പറയുന്നു. കാശിന് വേണ്ടി വരുന്നവരാണെന്ന് പറയുന്നു. ആട്ടി തെളിച്ചു കൊണ്ടുവന്നവരാണെന്ന് പറയുന്നു. അങ്ങനെ നിരന്തരം ആക്ഷേപങ്ങൾക്ക് വിധേയമായിട്ടുള്ള മറ്റേതെങ്കിലും ഒരു സമര സംഘടന കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഉത്തരവാദിത്തപ്പെട്ട ഒരു തൊഴിലാളി സംഘടനയാണ് ഈ ആക്ഷേപിക്കുന്നത്. അതിന് നേതൃത്വം കൊടുക്കുന്ന നേതാക്കന്മാരാണ് ഈ ആക്ഷേപിക്കുന്നത്. എന്നിട്ട് CPM ഏതെങ്കിലും ഉന്നത നേതാക്കന്മാർ അവരെ തിരുത്താൻ തയ്യാറായിട്ടുണ്ടോ? തിരുത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, വീണ്ടും വീണ്ടും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. പോളിറ്റ് ബ്യൂറോ മെമ്പറായിട്ടുള്ള വിജയരാഘവനെ പോലുള്ള ആളുകളൊക്കെ എത്രത്തോളം വൃത്തികെട്ട ഭാഷയിലാണ് ആക്ഷേപിക്കുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. മാധ്യമങ്ങളുടെ മൈക്ക് കാണുമ്പോൾ ഹരം കൊള്ളുന്ന ആളുകളാണ് ആശാവർക്കർമാർ എന്ന് പറയുന്നു. അതേസമയം തന്നെ ഈ സർക്കാരിന്റെ നിലപാട് എന്താ? തമിഴ്നാട്ടിൽ CITU നേതൃത്വം കൊടുക്കുന്ന ആശാവർക്കർമാരുടെ സംഘടന സമരം ചെയ്തത് 26,000 രൂപ ഓണറേറിയം ആവശ്യപ്പെട്ടുകൊണ്ടാണ്. ഇത് ഈ വർഷം തന്നെ ജനുവരി 20 കേരളത്തിന്റെ സെക്രട്ടേറിയറ്റിന് പുറത്ത് കേരളത്തിലെ CITU നേതൃത്വത്തിൽ സമരം ചെയ്തിട്ടുണ്ട്. എന്തിനാണെന്നറിയോ? 15,000 രൂപ ഓണറേറിയം ഉറപ്പാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും നടത്തിയ സംഘടനയുടെ പേര് കേരളത്തിലെ CITU. പക്ഷേ ഇവിടെ ഈ ആശാവർക്കർമാരുടെ സമരത്തിൽ CITU ഇല്ലാത്തത് തന്നെ ഈ പ്രശ്ന പരിഹാരത്തിന്
ഈ ഇടതുമുന്നണി സർക്കാരിന് ഒരു വലിയ തടസ്സമാണ് എന്ന് പറഞ്ഞാലോ? അല്ല, ഞാൻ ചോദിക്കട്ടെ, അംഗൻവാടി തൊഴിലാളികളുടെ സമരം കേരളത്തിൽ സെക്രട്ടേറിയറ്റിന് പുറത്ത് നടന്നപ്പോൾ അത് അംഗൻവാടി തൊഴിലാളി സമരത്തിനകത്ത് CIT ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് അവർ ചർച്ചയ്ക്ക് വിളിച്ചത്? ആ ചർച്ചയ്ക്ക് വിളിച്ച് സമരം അവസാനിപ്പിച്ച് 3 മാസം കഴിഞ്ഞിട്ടായാലും പരിഗണിക്കാമെന്നുള്ളൊരു വാക്ക് കൊടുത്തത്. അതുപോലൊരു വാചകം പോലും കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രിക്കോ മുഖ്യമന്ത്രിക്കോ ഉന്നത ഉദ്യോഗസ്ഥർക്കോ ഈ ആശാവർക്കർമാരോട് പറയാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? തികഞ്ഞ ധാർഷ്ട്യമാണ്. CIT-യുടെ കൊടി കണ്ടാലേ CPM ഭരിക്കുന്ന സംസ്ഥാന സർക്കാർ സമരക്കാരുമായിട്ട് സംസാരിക്കുകയുള്ളൂ, സമരക്കാരെ കേൾക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അതാണ് തികഞ്ഞ ഫാസിസം. ഈ CIT ആണോ ഈ കേരളത്തിലെ മുഴുവൻ അവകാശങ്ങളും നേടിത്തന്നിട്ടുള്ളത്? ഇവിടെ നിരവധിയായിട്ടുള്ള സംഘടനകളുണ്ട്. INTUC ഉണ്ട്, BMS ഉണ്ട്, CIT ഉണ്ട്, AITUC ഉണ്ട്, അതുപോലെ തന്നെ SUCI പോലെയുള്ള സംഘടനകളുടെ ഉണ്ട്, അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ സംഘടനകളുണ്ട്. ഇതൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് അലൈൻ ചെയ്യാത്ത നിരവധി തൊഴിലാളി സംഘടനകളുണ്ട്. അപ്പൊ കേരളത്തിലെ മുഴുവൻ തൊഴിലാളികളുടെയും അട്ടിപ്പേർ അവകാശം CIT എന്ന് പറഞ്ഞ സംഘടനയ്ക്ക് ആരും തീരെഴുതി കൊടുത്തിട്ടില്ല. CIT-യുടെ കൊടി കണ്ടാലേ കേരളത്തിലെ ആരോഗ്യ വകുപ്പ് മന്ത്രി ഇവരുമായിട്ട് ചർച്ച ചെയ്ത് സന്ധിയിലെത്തു എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. പിന്നെ എന്ത് കാണാനാണ് ഇവര് കേന്ദ്രത്തിൽ പോയത്? ഈ CIT-കാർ ഈ സമരത്തിലില്ലല്ലോ, അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ കേന്ദ്രമന്ത്രിയുമായിട്ട് ചർച്ചയ്ക്കാണെന്ന് പറഞ്ഞ് അവിടെ പോയത്? കേരളത്തിന്റെ മുഖ്യമന്ത്രി കേന്ദ്ര ധനകാര്യമന്ത്രിയുമായിട്ട് പുട്ടും കടലയും കഴിച്ച ചർച്ച നടത്തിയല്ലോ, അതിൽ പോലും ആശാവർക്കർമാരെ വിഷയം ഉന്നയിച്ചല്ലോ. അപ്പൊ ഇവരുടെ പ്രയോറിറ്റിയിൽ ഒരിക്കൽ പോലും ഈ പാവപ്പെട്ട ആശാവർക്കർമാർ ഉണ്ടായിരുന്നില്ല ഗോപി. അതുകൊണ്ടാണ് പ്രശ്നം. ഈ പുട്ടും കടലയും മറ്റു രണ്ട് അതിഥികളിലേക്ക് കൂടി എനിക്ക് പോകണം. ഞാൻ താങ്കളിലേക്കും വരാം.